ചേട്ടൻ്റെ ഈ ജേർണിയിൽ ഏറ്റവും വലിയ മോട്ടിവേഷൻ എന്തായിരുന്നു? അല്ലെ വാട്ട് വാസ് യുവർ ഡ്രൈവ്? എൻ്റെ മോട്ടിവേഷൻ എന്ന് പറയുന്നത് ആക്ച്വലി എൻ്റെ ക്ലയൻസിൻ്റെ റിസൾട്ടാണ്. കാരണം ഈ ഫിറ്റ്നസ് സൈഡ് മാത്രമല്ല, ഒരു നാഷണൽ പ്ലെയർ ആയിരുന്നു. അപ്പം വെറുതെ ഒരാൾക്ക്, കാരണം ഞാനൊരു അത്ലറ്റ്, അപ്പോൾ വെറുതെ ഒരാൾക്ക് ഒരിക്കലും ഒരു എക്സ്ട്രീം പോകാൻ പറ്റില്ല. അതിപ്പോൾ ബോഡി ബിൽഡിംഗ് ആയിട്ട് ഫിറ്റ്നസ് ആയിട്ട് ഏതൊരു സ്പോർട്ട് ആയിക്കോട്ടെ, നമുക്ക് ആ ഒരു മോട്ടിവേറ്റിംഗ് ഫാക്ടർ വേണം, അല്ലെങ്കിൽ ഒരു ഡ്രൈവ് വേണം. ഇപ്പോൾ ഈ പറയണ നമുക്ക് അല്ലെങ്കിൽ ഒരു ട്രോമ വേണം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം എന്തായാലും. ഇല്ല, ഞാൻ ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇതിനു മുമ്പും സുഹൃത്തുക്കളോട് എൻ്റെ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഞാൻ ബാസ്കറ്റ് ബോൾ കളിക്കാൻ ഇറങ്ങി ഒരു സീനിയർ ഇന്ത്യൻ ടീമിൽ വരെ എത്തുക എന്ന് പറയുന്നതായിരുന്നു നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം. അവിടോട്ട് നമ്മളെത്തി. 33-ാമത്തെ വയസ്സിലാണ്, ഞാൻ പറഞ്ഞില്ലേ 33-ാമത്തെ വയസ്സ്, 32-ാമത്തെ വയസ്സിലാണ് ഞാൻ ദുബായി ചെല്ലുന്നത്. 8 വർഷമായി ഇപ്പം. 8 വർഷം കഴിഞ്ഞു. 2015 സ്റ്റാർട്ട്, 15 അവസാനം ഞാൻ എത്തുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ എത്തി, ഫിറ്റ്നസ്സിലേക്ക് ഇറങ്ങി. അപ്പം ഫിറ്റ്നസ്സിൻ്റെ പല മേഖലകളിലേക്ക് വരുമ്പോഴത്തേക്ക് അതിനകത്ത് കോമ്പറ്റീഷനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതിലും നമ്മളെ കൊണ്ട് അച്ചീവ് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം. പറഞ്ഞ പോലെ ഓരോ ക്ലയൻറ്റിനും വേണ്ടിയിട്ട് ഡയറ്റ് ചാർട്ട്, വർക്കൗട്ട് ചാർട്ട് എന്ന് പറഞ്ഞിട്ട് അയച്ചു കൊടുക്കണം. ഈ അയച്ചു കൊടുക്കുന്നത് ഇവന്മാർ ചെയ്യത്തില്ല, ഇവന്മാരെ മോട്ടിവേറ്റ് ചെയ്യണം. ഇതുപോലെ ജിമ്മിൽ ഇപ്പോൾ ഒരു 5 ദിവസം വന്നിട്ട് ഒരു ശനി ഞായറും ആണെങ്കിൽ വീക്കെൻഡിന് പോയിട്ട് മൊത്തം കഴിച്ചിട്ട് വരും. അപ്പോൾ ഉണ്ടാകുന്ന ഫ്രസ്ട്രേഷൻ. അപ്പം ഇതെല്ലാം നമുക്ക് ക്ലയൻസിനോട് കാണിക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ നമ്മൾ ചിലപ്പം ഉറങ്ങാതെ, ഇപ്പം നമ്മൾ ചിലപ്പോൾ ഒരു 12 മണിക്കോ 1 മണിക്കോ ഇറങ്ങിയിട്ട് 5 മണിക്ക് ക്ലയൻറ്റ് കാണും, PT എടുക്കാൻ പോകണം. അപ്പം ഇതിനെല്ലാം നമ്മൾ ഡ്രൈവ് ചെയ്യാനൊരു അല്ല, എന്താണ് നമ്മൾ, ഇതൊന്നും ആർക്കും ചെയ്യാൻ പറ്റില്ല. അല്ല, അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ ചെയ്യുന്ന പ്രൊഫഷൻ എന്താണെന്ന് അറിയണം. അപ്പം അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത്, വർഷങ്ങൾ ഒരുപാട് ഞാൻ എന്താന്ന് പറയുന്നില്ല, കുറേ ട്രെയിനർമാരുണ്ടായിരുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അവരെല്ലാവരും എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു അക്കാഡമിയിൽ നിന്ന് പഠിച്ചിറങ്ങിയ ആൾക്കാരാണ്. 10-80 പേരുണ്ടായിരുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഇന്ന് 5-8 പേരേ ഉള്ളൂ. ബാക്കി എല്ലാവരും ജോലി വിട്ടുപോയി, വേറെ പല മേഖലയിലേക്ക് തിരിഞ്ഞു. അപ്പോൾ ഇത് അധികം നമ്മൾ മനസ്സിലാക്കണം, ഇത് അത്ര എളുപ്പമുള്ളൊരു പണിയല്ല. അപ്പം ഇത് നമ്മൾ സ്വന്തമായിട്ടും കൂടെ ചെയ്യണ്ടേ. അപ്പോൾ പല സമയങ്ങളിൽ ആൾക്കാർക്ക് പറ്റുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 8-10 സെഷൻ ഒരു ദിവസം ചെയ്യും. പിന്നെ സുബിനാണെങ്കിലും ഞാനാണെങ്കിലും നമ്മളെവിടെ വർക്കൗട്ട് ചെയ്യും. അപ്പം നമ്മൾ കാശിൻ്റെ പുറകെ മാത്രം പോകും. അപ്പം അതിനിടയിൽ നമ്മൾ സെഷനും കണ്ടെത്തണം, നമ്മുടെ ഹെൽത്തിനുള്ള ടൈം വേണം, നമ്മൾ വർക്കൗട്ട് ചെയ്യാനുള്ള ടൈം വേണം, മീല് കഴിക്കാനുള്ള സമയം വേണം, ഇതിനിടയ്ക്ക് എഡ്യൂക്കേഷനും വേണം. ഇതെല്ലാം കൊണ്ടുപോകണം. ഇപ്പം ഞാൻ ന്യൂട്രീഷൻ കോഴ്സിന് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ചാർട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. ആഴ്ചയിൽ ഇന്ന ദിവസം ഇത്ര മണിക്കൂർ ഇതിനു വേണ്ടി മാറ്റി വയ്ക്കും. അത് നമുക്കൊരു ഇൻട്രൊഡക്ഷൻ സെഷൻ ഉണ്ട് ഈ കോഴ്സിന് നമ്മൾ ജോയിൻ ചെയ്യുന്നതിന് മുമ്പേ. കാര്യം ഇത് 12 മാസം കൊണ്ടാണ് തീരുന്ന കോഴ്സ്. അപ്പോൾ അവർ നമ്മുടെ അടുത്ത് ആദ്യം പറയും, നിങ്ങൾ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചില്ലെങ്കിൽ ആസ് എ ട്രെയിനറോ അല്ലെങ്കിൽ നിങ്ങളൊരു വർക്കിംഗ് മോം അല്ല അങ്ങനെ ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് തീരില്ല ആ ടൈം പീരീഡിനകത്ത്. ഞാൻ അതിനനുസരിച്ച് ടൈം സെറ്റ് ചെയ്യും. എൻ്റെ ക്ലയൻസിൻ്റെ ടൈമിങ് ഞാൻ അതിനനുസരിച്ച് ചെയ്യും. ഞാനിപ്പോൾ എന്താ കൂടുതൽ, ഞാനിപ്പോൾ ഒരു വീക്ക് മുമ്പേ പ്ലാൻ ചെയ്യും. നെക്സ്റ്റ് വീക്കിലേക്കുള്ള ക്ലയൻസ്. ഇപ്പം ഞാനിപ്പം വൈഫിൻ്റെ ഈ മിസ്സസ് കേരള കോമ്പറ്റീഷനായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പോൾ വന്നത് കൊച്ചിക്ക്. ഞാൻ നാളെ ചൊവ്വാഴ്ച ഞാൻ തിരിച്ചു പോകുമ്പോഴത്തേക്ക് ഞാൻ ആ ഒരു ആഴ്ച ഞാൻ ഓൾറെഡി ഈ ആഴ്ച തന്നെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് ക്ലയൻസിൻ്റെ ടൈമിങ് ഇന്നത്, ബാക്കിയുള്ള കാര്യങ്ങൾ ഇന്നത് എന്നുള്ളത്. അടുത്ത വീക്കെൻഡ് വരുമ്പോൾ ഫ്രൈഡേ വരുമ്പോഴത്തേക്ക് നെക്സ്റ്റ് വീക്കിലേക്കുള്ളത് എന്ത് ചെയ്യും, അതിനനുസരിച്ച് പ്ലാൻ ചെയ്യും. ഇപ്പോൾ ഏതെങ്കിലും ഒരു ക്ലയൻറ്റ് ട്രാവൽ ചെയ്യുന്നു, അവരുടെ ക്ലയൻറ്റ് ക്യാൻസൽ അല്ലെങ്കിൽ ഒരു സെഷൻ ക്യാൻസൽ ചെയ്യുകയാണ്, അങ്ങനെ വരുമ്പോൾ അതിനനുസരിച്ച് ആ സെഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റും. അപ്പോൾ എൻ്റെ വർക്കൗട്ടിൻ്റെ ടൈമിംഗ് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഈ കാര്യങ്ങളൊക്കെ പറ്റും. പിന്നെ ഇപ്പോൾ കോമ്പറ്റീഷൻ പ്രിപ്പയറായതുകൊണ്ട് ഇപ്പോൾ എനിക്ക് 7 മീൽസ് ഉണ്ട് പെർ ഡേ. അപ്പം ഇത് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യണം. ഇതെല്ലാം ഇതിൻ്റെ ഇടയ്ക്ക് ഏറ്റവും വലിയ ചാലഞ്ച്. ഇതെല്ലാം ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കൊണ്ടുപോകണം. ഇതിനിടയ്ക്ക് നമുക്ക് ക്ലയൻസ് ഉണ്ട്. അപ്പോൾ രാവിലെ ബാക്ക് ടു ബാക്ക് ക്ലയൻറ്റ് വരുന്ന സമയത്ത് ഇതിൻ്റെ ഇടയ്ക്കായിരിക്കും മീൽ വരുന്നത്. അപ്പോൾ ഒരു ക്ലയൻറ്റ് കഴിഞ്ഞ് അടുത്ത ക്ലയൻറ്റ് വരുമ്പോഴത്തേക്കും നമ്മളെ പേഴ്സണലായിട്ട് അറിയുന്ന ആൾക്കാരായതുകൊണ്ട് നമ്മൾ പറയും വാംപ് ചെയ്തോട്ടെ, ഒരു 10 മിനിറ്റ് വാംപ് ചെയ്തു, അപ്പോഴത്തേക്ക് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് പോയി വേഗം കൊണ്ടുപോയി മൈക്രോവേവ് ഓവനിൽ കൊണ്ടുപോയി വെച്ച് ചൂടാക്കി ടപ്പടപ്പെട്ടെന്ന് പറഞ്ഞ് കഴിച്ചിട്ട് വരും. ഇങ്ങനെയൊക്കെയാണ് നമ്മളതിനെ മാനേജ് ചെയ്യുന്നത്. അപ്പം ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എന്ത് പാഷനാണ് നിങ്ങളെ ഡ്രൈവ് ചെയ്യുന്നതെന്നുള്ളത് നോക്കണം. എൻഡ് ഓഫ് ദ ഡേ നമുക്ക് പണം വേണം, ദാറ്റ്സ് എ പ്രൊഫഷൻ, പൈസ കിട്ടും. പക്ഷേ ആ ഒരു കോമ്പറ്റീഷൻ ചെയ്യണം, ആ ഒരു സ്റ്റേജിൽ കയറണം, അല്ലെങ്കിൽ ഇതായിരിക്കണം എന്നുള്ളത്. ഇപ്പം ഞാനിപ്പോൾ ഒരു കനേഡിയൻ വിസ കാനഡയ്ക്ക് പോകാനായിട്ട് ഫാമിലിക്ക് കിട്ടി. 10 വർഷത്തെ വിസയാണ് കിട്ടിയേക്കുന്നത്. അടുത്തതെന്ന് പറയുന്നത് ഞാൻ US വിസ അപ്ലൈ ചെയ്യാൻ പോകും. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ US എനിക്കൊരു കോമ്പറ്റീഷൻ ചെയ്യണം. ഒരു സ്റ്റേജിൽ വെറുതെ എനിക്കൊന്ന് കയറി നിൽക്കണം, എനിക്ക് ഒന്നും വേണ്ട. പക്ഷേ അതെൻ്റെ ഒരു അച്ചീവ്മെൻ്റ് എന്നുള്ള രീതിയിൽ എനിക്ക് US ഒരു കോമ്പറ്റീഷൻ, ഒരു പാർട്ടിസിപ്പേഷൻ,
ഇതെല്ലാം നമ്മുടെ ഒരു മൈൻഡ് ഗെയിമാണ്. പക്ഷെ പുറത്തുനിന്ന് നോക്കുന്ന ഒരുത്തൻ ചോദിക്കും നിനക്ക് ഇത്രയും കാശ് മുടക്കി US പോകേണ്ട കാര്യം, അവരങ്ങനെ ചിന്തിക്കുന്നു. പക്ഷെ നമുക്ക് അവിടെ ചെന്ന് അതുപോലത്തെ വേൾഡ് ക്ലാസ് അത്ലറ്റ്സിൻ്റെ കൂടെ കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ ആ ഒരു ഡ്രൈവ് അവർക്ക് മനസ്സിലാക്കും. അല്ല, ഇപ്പം അതിനിപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ അത് നമ്മൾ നിൽക്കുന്ന ഇൻഡസ്ട്രിയിൽ നമ്മൾ എന്തായി തീരണം, അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ അച്ചീവ് ചെയ്യണം, എന്തൊക്കെ നമുക്ക് നേടണം, അല്ലെങ്കിൽ എന്തൊക്കെ നമ്മൾ ശ്രമിക്കണം എന്നുള്ളത് നമ്മുടെ തീരുമാനമാണ്, അല്ലാതെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ അല്ല. ഇപ്പോൾ ആടുജീവിതം സിനിമ കണ്ട എത്രയോ ആൾക്കാർക്ക് തോന്നാം ഈ പൃഥ്വിരാജിന് ഇത്രയും കോലം കെട്ടി 10-35 കിലോ കുറച്ച് ഈ പരുവത്തിലേക്ക് എത്തണമെന്ന് അവന് ഇതിൻ്റെ വല്ല കാര്യം അവനുണ്ടായിരുന്നോ എന്ന് വേണമെങ്കിൽ ചോദിക്കാം. അറ്റ് ദ സെയിം ടൈം ആ ഒരു എഫേർട്ട് ഇട്ടത് കൊണ്ട് ആ ഒരു മൂവി ഏത് ലെവലിലായി, എവിടം വരെ എത്തി, ഏത് ലെവലിലേക്ക് കൊണ്ടുപോകാൻ പറ്റി. അതുപോലെ ഇനി ജീവിതത്തിൽ ഒരിക്കലും അങ്ങനെ പറഞ്ഞാൽ ചെയ്യില്ലെന്ന് പൃഥ്വിരാജ് തന്നെ പറഞ്ഞു. അപ്പോൾ അതൊരു ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് ആണ്. ഇത് കാണുന്നവരത്തിന് മനസ്സിലാവത്തില്ല എന്തോരം കഷ്ടം, നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതേപോലെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒരു കോമ്പറ്റീഷൻ അവിടെ ചെയ്യണം എന്നുള്ള രീതിയെല്ലാം പ്ലാൻ ചെയ്തിരിക്കുന്നതൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ് ഒരു മനസ്സിലുള്ള പ്ലാനുകളും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിന് ഡ്രൈവ് ചെയ്യുന്നത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെയാണ്. അതിന് പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എല്ലാത്തിനും നമുക്ക് നമ്മുടെ വൈഫുണ്ട്, പിന്നെ ഈവൻ പിള്ളേരാണെങ്കിൽ പോലും 2 പേരാണെങ്കിലും ഞാൻ ജിമ്മിൽ പോവാണ്, അല്ല അവിടെ പോവാണ്, ഇവിടെ പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തുടക്കം തൊട്ടേ അത് കണ്ടുവരുന്ന കാരണം കൊണ്ടായിരിക്കാം. പിള്ളേരും 2 പേരും, ഒരാൾക്ക് 9 വയസ്സായി, ഒരാൾക്ക് 5 വയസ്സായി, 2 പേരും വളരെ അഡ്ജസ്റ്റബിളാണ്, 2 പെൺകുട്ടികളാണ്. അപ്പം അവർക്കാണെന്നുണ്ടെങ്കിൽ വീക്കെൻഡിൽ ചാച്ചൻ ഞങ്ങളെ കൊണ്ട് പുറത്ത് പോകുമെന്നറിയാം. അപ്പോൾ അവരതിനു വേണ്ടി വെയിറ്റ് ചെയ്യും. അല്ലാത്തൊരു സമയങ്ങളിൽ ഞങ്ങൾക്ക് അവിടെ പോകണം ഇവിടെ പോകണമെന്നും പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഉണ്ടാക്കാറില്ല. കാര്യം അവർക്കറിയാം ഞാൻ പോയി ക്ലയൻസിനെ ട്രെയിൻ ചെയ്ത് വന്നാലേ വീക്കെൻഡിലേക്കുള്ള അവരുടെ ഫണ്ട് റെഡി ആവുള്ളൂ എന്നുള്ളത്. അപ്പോൾ അത് നമ്മൾ നേരത്തെ തൊട്ടേ പഠിപ്പിച്ച് പറഞ്ഞു വെച്ചേക്കുന്ന കാരണം കൊണ്ട്, കാരണം നമ്മളൊരു 9 to 5 ജോബ് ചെയ്യുന്ന ആളല്ലല്ലോ. അപ്പം കാരണം അല്ലാത്ത സമയങ്ങളിൽ ഞാൻ വീട്ടിലുണ്ട്. അപ്പോൾ പിള്ളേർക്ക് എൻ്റെ അടുത്ത് ആക്സസ് ഉണ്ട് ഇഷ്ടം പോലെ. കാരണം ദുബായിൽ 1:30-2 മണിയാകുമ്പോഴത്തേക്ക് പിള്ളേർ വീട്ടിലെത്തുമല്ലോ ക്ലാസ്സും കഴിഞ്ഞിട്ട്. അപ്പോൾ ആക്സസ് ഉണ്ട്. അപ്പോൾ ചില ദിവസങ്ങളിൽ ഞാൻ ഫുൾ ടൈം, ചില ദിവസം വൈകുന്നേരം ക്ലയൻസ് ഇല്ലാത്ത ദിവസങ്ങളിൽ ഞാൻ അവിടെ കാണും. കാരണം ഇപ്പോൾ മോള് ആഴ്ചയിൽ 3 ദിവസം ബാഡ്മിൻ്റൺ പോകുന്നുണ്ട്. അപ്പോൾ ആ ദിവസങ്ങളിൽ ഞാൻ വൈകുന്നേരം സെഷൻസ് എടുക്കുന്നില്ല. പക്ഷേ ഇൻ ബിറ്റ്വീൻ ഏതെങ്കിലും ഒരു സെഷൻ ക്യാൻസലായിട്ട് അന്നത്തേക്ക് വരുവാണെന്ന് പെട്ടെന്ന് അവർക്ക് തോന്നും, എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇന്ന് പോകുന്നത്. അപ്പോൾ അവരോട് ഞാൻ ജിമ്മിൽ പോവാ, ക്ലയൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും.